ട്രിയോ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആണ് ഞങ്ങൾ ഇടുക എന്നുള്ളത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഗുണ്ടൽപേട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളായി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേശുടക്കം ഞങ്ങൾ 6 ആൾക്കാർ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അടിവാരത്തെത്തുമ്പോൾ എല്ലാ യാത്രക്കാരും പൈസ കൊടുക്കുന്നൊരു പള്ളിയുണ്ട്. അതിൻ്റെ കറക്റ്റ് നിയമം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അത് അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അവിടെ പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങി. അങ്ങനെ നേരെ ചുരം കയറി ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി. അവിടെ നിന്ന് പെട്രോളൊക്കെ അടിച്ച് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ജസ്റ്റ് ഫ്രഷപ്പ് പോയി അവിടെ നിന്ന് കുറച്ച് ലേസും വാങ്ങി ഞങ്ങൾ നേരെ യാത്ര തുടർന്നു. മുത്തങ്ങ വഴി പോകുന്നതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ 2 ലേസൊക്കെ തിന്നതിൻ്റെ എല്ലാ ആവേശവും ഞങ്ങൾ കാറിന് കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. മുത്തക ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പം തന്നെ ഞങ്ങൾ കേശുവിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ആനേനെ കാണാം, മാനിനെ കാണാം, വേറെ കുറേ മൃഗങ്ങളെ കാണാമെന്നൊക്കെ. പക്ഷെ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മാനിനൊക്കെ ചെറുങ്ങനെ കണ്ടു തുടങ്ങിയത്. ഫോറസ്റ്റ് ഏരിയ ആയതിനെ കൊണ്ട് തന്നെ വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു അവിടെ. ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഞങ്ങൾ കേരള ബോർഡറൊക്കെ കഴിഞ്ഞിട്ട് കർണാടകയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു തട്ടുകടയിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ ഗോപാൽസ്വാമി ഹിൽസിൽ പോകുന്ന ഒരൊറ്റ കാരണം കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ പൊറാട്ടയ്ക്ക് കടലക്കറി അഡ്ജസ്റ്റ് ചെയ്താണ് കഴിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് വഴി ഞങ്ങൾക്ക് വലിയ പിടിയില്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ ഏതൊക്കെയോ ഊടുവഴി കൂടിയാണ് അവിടെ എത്തിച്ചേർന്നത്. അത് പക്ഷേ ഞങ്ങൾ ഭയങ്കര കാര്യമായി. ഏതൊക്കെയോ ഉൾനാട്ടിൽ കൂടെ പോയതിനെ കൊണ്ട് ആ പ്രദേശത്തിന്റെ നല്ലൊരു ഭംഗി ഞങ്ങൾ ശരിക്കും ആസ്വദിക്കാൻ പറ്റി. എന്തൊക്കെയോ കുറെ കൃഷികളും ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഉള്ളിയും കാബേജും ക്യാരറ്റും ചോളും അങ്ങനെ പേര് പോലും അറിയാത്ത കുറെ പൂക്കൾ വരെ ഉണ്ടായിരുന്നു അവിടെ. അവിടുത്തെ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും നമുക്ക് അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറച്ചേരം സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നും. അങ്ങനെ ഞങ്ങൾ അതിശയപ്പെടുത്തിയിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു ആ ആൽമരം എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഫാമിലീസ് ഒക്കെ അവിടെ വന്ന് അവരെ കൂടുതൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കണ്ടപ്പോൾ പിന്നെ കേശുവിന് ഓൻ്റെതായിട്ടുള്ള കുറച്ച് കുളൂസ് ഒക്കെ കൂടി. രണ്ട് സൈഡിലും ചെട്ടിയും സൂര്യകാന്തി പാടം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ ഒന്നും നിർത്താതെ ഞങ്ങൾ നേരെ ഗോപാൽസ്വാമി ഹിൽസിലേക്കാണ് ആദ്യം വിട്ടത്. അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെത്തി. പ്രൈവറ്റ് വണ്ടികൾ ഒന്നും അങ്ങോട്ട് കടത്തി വിടാത്തതിനോണ്ട് അവിടെ തന്നെയുള്ള KSRTC ബസ്സിലാണ് ഞങ്ങൾ മുകളിലേക്ക് പോയത്. ഒരാൾക്ക് എപ്പം 70 രൂപ നിരക്കില് ഏകദേശം ഒരു 4 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ ഏറ്റവും മുകളിലെത്തുന്നത്. റീൽസ് ഒക്കെ കണ്ട പോലെ ഞങ്ങൾ നല്ല കോടയൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു അവിടെ പോയത്. പക്ഷെ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉണ്ടെങ്കിലും കോടയിലായിരുന്നു ഞങ്ങളെ മുഴുവൻ പ്രതീക്ഷയും. പിന്നെ ഞങ്ങൾ താഴേക്കൊന്ന് വെറുതെ ചുറ്റി തിരിഞ്ഞ് ഉള്ള കാറ്റും തണുപ്പും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അമ്പലമൊക്കെ ഒന്ന് ഫുള്ള് ചുറ്റി കണ്ടുവന്ന്. കാറ്റെന്ന് പറഞ്ഞ കൊടുങ്കാറ്റായിരുന്നു കൈസ അവിടെ. 700 വർഷം മുന്നേ ചോളരാജാക്കന്മാര് നിർമ്മിച്ച അമ്പലമാണെന്നാണ് ഇത് പറയപ്പെടുന്നത്. പിന്നെ കരിങ്കല്ലുകൊണ്ടാണ് ഈ അമ്പലം ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ആനേനെ കാണാൻ പറ്റുമെന്നും പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ആ ഭാഗ്യമില്ല. ഇനി കോടയൊന്നും കാണാൻ പറ്റാത്ത നിരാശയില് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോകുമ്പോഴായിരുന്നു അടിച്ചു കയറി മൂപ്പര് വന്നത്. വരിയൊക്കെ നിന്ന് KSRTC ബസ്സിൽ തന്നെ കയറിയിട്ട് താഴെ എത്തി.
പിന്നെ അവിടെ കണ്ട ചെറിയൊരു ഷോപ്പ് കയറിയിട്ട് ഓരോ മാഗി ഒക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ അപ്പൂസും കണ്ണനും കൂടെ നേരെ പാർക്കിംഗ് പോയി വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ സൂര്യകാന്തി പാടത്തേക്ക് പോയി. സൂര്യകാന്തി പാടത്തേക്കാണെങ്കിലും ചെട്ടി കാണാനാണെന്നുണ്ടെങ്കിലും 20 റുപ്യാണ് ഓരോരുത്തരെയും ഓല് വാങ്ങിയത്. ശരിക്കും ഓരോ പൂപ്പാടത്ത് ചെല്ലുന്ന സമയത്തും ഇത് കർണാടകയാണോ എന്ന് തോന്നിക്കും വിധം അത്രയ്ക്കും മലയാളികൾ ഉണ്ടായിരുന്നു അവിടെ മുഴുവൻ. പൂ പറിക്കുന്നതിനോ ഫോട്ടോസ് എടുക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് അവിടെ നിയന്ത്രണങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ചെടിയുമിൽ കാണുന്ന ഭംഗി കയ്യിലിരിക്കുമ്പോൾ ഉണ്ടാവില്ല എന്ന് അറിയുന്നതിനെ കൊണ്ട് ഞങ്ങളാരും പൂവൊന്നും പറിക്കാൻ നിന്നില്ല. കുറച്ചേരം അതൊക്കെ കണ്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. എല്ലാം കൊണ്ട് ഞങ്ങൾ ഹാപ്പി ആണെങ്കിലും ഞങ്ങളെ ബാധിച്ചൊരു കാര്യം ടോയ്ലറ്റ് ആയിരുന്നു. നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഒന്നിനെ വീടുകൾ കയറി ഞങ്ങൾ ടോയ്ലറ്റ് സൗകര്യം ചോദിച്ചിട്ടില്ലായിരുന്നു. ഇനി ടൂറിസ്റ്റുകളെ പേടിച്ചിട്ട് അവരങ്ങനെ പറയുന്നതാണോ എന്നറിയില്ല. അവരൊന്നും അവരുടെ വീട്ടിൽ ടോയ്ലറ്റ് ഇല്ല എന്നായിരുന്നു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇനി ടോയ്ലറ്റ് സൗകര്യം ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവർ വെള്ളം ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. ഈ ഒരു കാര്യം വെച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും ഞങ്ങളുടെ ട്രിപ്പ് ഒരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു. വരുന്ന വഴിക്ക് കൽപ്പറ്റയിൽ ജലജ ബേക്കറിയിൽ നിന്ന് കുറച്ച് ബട്ടർ ബന്നും അടിവാരത്തുനിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഏകദേശം ഒരു 10:30 ആകുമ്പോഴേക്ക് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.